സോ വൺ പീസിന്റെ ചാപ്റ്റർ 1123 മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം എസ്ട്രാകോമി. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം ഇതുപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആനിമി എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ ഇനിയും വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫാമിലിയുടെ ലിങ്കും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിന്റെ ലിങ്കും പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തേക്കും. സോ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് നമ്മുടെ ജയൻസിന്റെ ഷിപ്പ് അങ്ങനെ എഗ് ഹെഡിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ഓൾമോസ്റ്റ് എല്ലാ നേവിക്കാരും ബോധം കെട്ട് കിടക്കുവാണ്. ഹൈ റാങ്കിങ് ഓഫീസേഴ്സ് വരെ ജോയ് ബോർഡ് ഹാക്കി കാരണം ഇങ്ങനെ ബോധം കെട്ട് താഴെ വീണ് കിടക്കുവാണ്. നമ്മുടെ സെറഫിൻസ് ഒക്കെ പുള്ളിക്കാരനെ പൊക്കാൻ നോക്കുന്നുണ്ട്. ഈ ഓഫീസേഴ്സിന്റെ ഒക്കെ ബോധം പോയത് എന്തായാലും നന്നായെന്ന് നമ്മുടെ ഡോറിയും ബ്രോഗിയും പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും പറയുന്നുണ്ട് അത് എന്തായാലും നല്ല കിഡിലെ സാധനമായിരുന്നു. ഷാങ്സിന്റെ ഹാക്കിനെക്കാട്ടും ഗ്രേറ്റർ വരുന്നു. പക്ഷേ അത് നമുക്കൊന്ന് ഉപദ്രവം ഉണ്ടാക്കാഞ്ഞുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇതെല്ലാം കണ്ടപ്പോൾ നമ്മുടെ ലൂഫിക്ക് വളരെയധികം സന്തോഷമായി. പുള്ളിക്കാരൻ നമ്മുടെ അയൺ ജൈനിന് താങ്ക്സും പറയുന്നുണ്ട്. അവർക്ക് ബോധമില്ലാത്തപ്പോൾ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാന്ന് നമ്മുടെ ഡോറിയും ബ്രോഗിയും കിടന്ന് പറയുന്നുണ്ട്. ഇവരുടെ കമാൻഡിന്റെ പുറകെ തന്നെ ഇവരുടെ ക്രൂവും കിടന്ന് കാണുന്നുണ്ട്. കുമിയെ കെട്ടിപ്പിടിച്ചിറക്കണം നമ്മുടെ ബോണി, അതേപോലെ തന്നെ സോറോനെയും പിന്നെ ജയൻസിനെ കണ്ട ഒരു ആവേശത്തിൽ നമ്മുടെ ചോപ്പറും ഉസോബും അതേപോലെ തന്നെ നാമിയുടെ മടി കിടക്കുന്ന ലൂഫിനെ നമുക്ക് കാണാം. നമ്മുടെ സാഞ്ചി കേട്ട വെഗാപ്പിങ്ങിന്റെ കൂടെയുണ്ട്. നമ്മുടെ സാഞ്ചി പറയുന്നുണ്ട് നീ പറഞ്ഞ കാര്യമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു നീ തന്നെയാണ് അവിടെ ജയിച്ചതെന്ന്. പിന്നെ കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആണ്, അതായത് 2 ആഴ്ച മുമ്പുള്ള സംഭവം. അവിടെ നമ്മുടെ പൈതഗോറസും ഷക്കയും പിന്നെ ഒറിജിനൽ വെഗാപ്പങ്ങും കൂടെ കുറച്ചധികം കാര്യങ്ങളിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം വേറൊന്നുമില്ല, ഈ സെറഫിയംസ് യൂസ് ചെയ്യുന്ന പവർ പതുക്കെ കൂടുന്നുണ്ട്. അതെന്താണ് സംഭവം ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതൊരു ഇറർ ആണെന്നാണ് ഇവർ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഷാക്ക പറയുന്നുണ്ട് ഇതെന്തായാലും ഒരു ഇറർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ആരോ ഒരാൾ നമ്മുടെ മദർ ഫ്ലെയിമിന്റെ പവേഴ്സ് ഒക്കെ സ്റ്റീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ പോയിന്റ് നല്ല ക്ലിയർ ആയിട്ട് തന്നെ മോഡിഫൈ ചെയ്ത് മാറ്റുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നിടത്ത് നമ്മുടെ ഒറിജിനൽ വെഗാപ്പങ്ക് കാണുന്നുണ്ട്. അതൊരു വെഗാപ്പങ്ക് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒറിജിനൽ വെഗാപ്പങ്കിനാകട്ടെ ലിലിത്തിനാണ് ഡൗട്ട്. എന്തായാലും ഇപ്പൊ ഈ 3 പേര് മാത്രമേ ഈ കാര്യം അറിയാത്തുള്ളൂ. ബാക്കിയുള്ളവർ അറിയാതെ ഇവർ നോക്കിയാൽ വേണം. ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജിയാണ് ഇവർ കട്ടെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 4 പേരെ സൂക്ഷ്മതയോടെ തന്നെ നിരീക്ഷിച്ച് അത് ആരാന്ന് കണ്ടുപിടിക്കാൻ വേണം, എസ്പെഷ്യലി ലിലി. അതുകൊണ്ട് മറ്റാരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഇവർ 3 പേരും ഇവരുടെ കണക്ഷൻസ്, അതായത് പങ്ക് റെക്കോർഡ്സുമായിട്ടുള്ള കണക്ഷൻസ് ഇവർ കട്ട് ചെയ്യും. അങ്ങനെ ഒരാഴ്ചക്ക് ശേഷം നമ്മുടെ പൈതോറസ് ഇത് ആരാന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് യോർക്കാന്ന് പറയാൻ നേരത്ത് നമ്മുടെ ഷാക്കയെ അതേപോലെ തന്നെ സ്റ്റെല്ലെ ഒരേപോലെ ഞെട്ടുന്നുണ്ട്. കാരണം മറ്റൊന്നുമില്ല, പുള്ളിക്കാരിയുടെ മെമ്മറീസ് നമ്മുടെ പങ്ക് റെക്കോർഡ്സുമായിട്ട് എന്തൊക്കെ ഉടായ്പ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അവൾ തന്നെയാണ് വളരെ ചാൻസ് കൂടുതൽ. നമ്മുടെ ഷാക്കയ്ക്ക് സ്റ്റെല്ലയ്ക്ക് ഒരേപോലെ തന്നെ റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. കാരണം അവർ സംശയിച്ചത് ലിലിത്തിനായിരുന്നു. അങ്ങനെ ഇവർ 3 പേരും കൂടെ നേരത്തെ വിളിച്ച കോൾ ഹിസ്റ്ററീസും കോൾ റെക്കോർഡിംഗ്സ് ഒക്കെ തപ്പി പിടിക്കാൻ നേരത്താണ് ഈ വെഗാപ്പങ്ക് ഈ വോയിസ് എഞ്ചിനെ കുറിച്ച് സെർച്ച് ചെയ്തത്. അത് പറയുന്ന ലിലിത്തിന്റെ സൗണ്ടും കേൾക്കാം. അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് നമ്മുടെ ഈമു ആ ലുലൂസി എന്ന് പറയുന്ന കിങ്ഡം നശിപ്പിക്കുന്നത്. വെഗാപ്പങ്കിന് ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ എന്തോ ഒരു വലിയ പന്തികേട് തോന്നി. അവരോട് വെഗാപ്പങ്ക് പറയുകയും ചെയ്യും എനിക്ക് ഉറപ്പുണ്ട് ഇവിടുന്ന് മോഷ്ടിച്ച ഓരോ എലമെന്റ്സും നമ്മുടെ സി ബിസിനസ് സഹായത്തോടു കൂടി നേരെ ഗവൺമെന്റിന് പോയിട്ടുണ്ട്. ആ ഒരു പവർ കൊണ്ട് തന്നെയാണ് അവർ ഇത്രയും വലിയൊരു ക്രൂരത കാണിച്ചത്. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ നമ്മുടെ വെഗാപ്പങ്കിന് ഒരു കാര്യം ഉറപ്പായി, അതായത് വേൾഡ് ഗവൺമെന്റ് കയ്യിൽ ഒരു ഏൻഷ്യൻ വെപ്പൺ ഉണ്ട്. അതിന് പവർ കൊടുത്തത് ഈ മദർ ഫ്ലെയിമിന്റെ സഹായത്തോടു കൂടിയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ തന്നെ കുറ്റം പറയുന്നുണ്ട്. അതായത് എന്റെ തെറ്റാണ്, കാരണം ഞാനാണ് എന്റെ ഗ്രീഡിനെ തന്നെ പുറത്താക്കിയത്, ഇങ്ങനെ ഇത്രയും വലിയൊരു അവസ്ഥ ഉണ്ടാക്കിയത്. ഇനി യോർക്കിനെ കൈയോടെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം യോർക്കിന്റെ ഓരോ മൂവ്മെന്റ്സും കറക്റ്റ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. അത് മാത്രമല്ലാതെ ഇനി വേൾഡ് ഗവൺമെന്റ് അവളെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ഷാക്ക പറയുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്താൽ പോലെ നമ്മുടെ വെഗാപ്പങ്കായിട്ട് ബാക്കിയുള്ളവരെ എല്ലാവരും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളും നീക്കാൻ പറയും. നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. വോയിഡ് സെഞ്ചുറിയിലായിട്ട് തലവെച്ച എല്ലാവരെയും വേൾഡ് ഗവൺമെന്റ് ഇതുവരെ കൊന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പോയാലും അവർ നമ്മളെ കൊല്ലുന്ന ഉറപ്പാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് തരാം, നമ്മുടെ മരണം ഒരിക്കലും മീനിങ്ലെസ് ആകത്തില്ല. കാരണം അന്ന് ഓഹാറക്കില്ലാത്തൊരു കാര്യം ഇവിടെയുണ്ട്. അതായത് നമ്മുടെ സൗണ്ട് ഈ ലോകത്തിന്റെ ഏത് മുക്കിനും മൂലയിലേക്ക് എത്തിയ ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്. എന്നെ അവർ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ജീവൻ ഒരിക്കലും അർത്ഥമില്ലാതാകത്തില്ല, അത് ഞാൻ ഉറപ്പുവരുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ ബാക്കിയുള്ള വെഗാപ്പങ്കിന്റെ ക്ഷമയും പറയുന്നുണ്ട്. അവർ പറയുകയും ചെയ്യും അങ്ങനെ പറയേണ്ട കാര്യമില്ല, കാരണം നമ്മൾ എല്ലാവരും വെഗാപ്പങ്ക് തന്നെയാണ്. നമ്മുടെ വെഗാപ്പങ്ക് ആകട്ടെ ഈ ഫ്യൂച്ചർ ഈ ഹ്യൂമാനിറ്റിനെ രക്ഷിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ ഒരു ആർട്ടിഫിഷ്യൽ ക്ലൗഡ് ഇസ്ലൻഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വെഗാപ്പങ്ക് നമ്മുടെ അയൺ ജൈനിന്റെ അടുത്തിരിക്കാൻ നേരത്ത് നമ്മുടെ യോർക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട് നീ അവിടെ എന്നെ എടുക്കുക. ഞാൻ വേറൊന്നും ചെയ്യില്ല, ഞാൻ ഈ മദർ ഫ്ലെയിമിന്റെ പവർ കൊണ്ട് ഇതിനൊന്നും നനക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് എന്തുമാത്രം ഉപകാരമാണെന്ന് ആലോചിച്ച് എപ്പോഴത്തെ പോലെ തന്നെ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയെന്ന് പറയാൻ ചേർത്ത് യോർക്ക് പറയുകയും ചെയ്യും അതെന്തായാലും നന്നായി, പെട്ടെന്ന് തന്നെ നമുക്കത് കിട്ടിയിരുന്ന കൊള്ളായിരുന്നു. ചിരിച്ചോണ്ടാണെങ്കിൽ നമ്മുടെ ഓജി വെഗാപ്പങ്ക് മനസ്സിൽ പറയുന്നുണ്ട് അത് ഒരിക്കലും കണ്ടുപിടിക്കാതിരുന്ന മാത്രം മതിയെന്ന്. അങ്ങനെ നമ്മുടെ പ്രസന്റ് ഡേക്ക് 2 ദിവസം മുമ്പാണ് വെഗാപ്പങ്ക് ഈ ബ്രോഡ്കാസ്റ്റ് ഒക്കെ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നത്. എന്നിട്ട് പുള്ളിക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സെറ്റാക്കി വെക്കുകയും ചെയ്യും. എന്നിട്ട് അവർ 3 പേരും തന്നെ ആ അയൺ ജൈന്റിന്റെ അടുത്ത് വന്ന് ഈ സാധനം സെറ്റ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഇവർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇവരുടെ 3 പേരുടെ മെമ്മറി ഇറേസ് ചെയ്ത് കളയും. കൂടുതൽ റിസ്ക് എടുക്കാനും താല്പര്യമില്ലാത്ത കൊണ്ട് തന്നെ അവർ 3 പേരും അവരുടെ 3 പേരുടെ മെമ്മറീസ് റിമൂവ് ചെയ്ത് കളയും. ഈ ഒരു പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നും ഓർമ്മ കാണത്തില്ല. അതായത് യോർക്കിന്റെ കാര്യവും ഈ മദർ ഫ്ലെയിം ഒക്കെ സ്റ്റീൽ ചെയ്ത കാര്യവും ഒന്നും തന്നെ. എന്തൊക്കെ വന്നാലും ഇനി എങ്ങനെയൊക്കെ വന്നാലും അവരുടെ തന്നെ വിജയമാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവരുടെ മെമ്മറീസ് എല്ലാം ഇറേസ് ആകും. ബോധം വന്നപ്പോൾ തന്നെ അവർക്ക് 3 പേർക്ക് അവരവിടെ എന്താണ് ചെയ്തെന്ന് വലിയ ഓർമ്മയില്ല. പെട്ടെന്ന് നമ്മുടെ സ്റ്റെല്ലേക്ക് ഒരു നോട്ട് കിട്ടും. അതായത് ബോധം പോകുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ എഴുതി വെച്ച കുറച്ച് നോട്ട്.
നോട്ടിലുണ്ടായിരുന്ന ഇങ്ങനെയായിരുന്നു. നിങ്ങളുടെ മെമ്മറീസിനെ കുറിച്ചൊക്കെ മാറ്റം ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. വോയിഡ് സെഞ്ചുറിനെ കുറിച്ച് പഠിക്കുന്ന കാര്യമൊക്കെ വേൾഡ് ഗവൺമെന്റ് അറിഞ്ഞിട്ടുണ്ട്. അവർ ഉടനെ തന്നെ ഇങ്ങോട്ട് വരികയും ചെയ്യും. നീ കൂടുതൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഞാൻ എല്ലാ കാര്യവും അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്നെ വിശ്വസിച്ചേക്ക്. നിനക്ക് മരിക്കൊരു ചാൻസ് കിട്ടിയാൽ നീ അങ്ങോട്ട് മരിച്ചേക്ക്. അല്ല, പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ എംബറർ ലൂഫിയും അതേപോലെ ബോണിയും നമ്മുടെ എഗ്ഗിലേക്ക് വന്നിട്ടുണ്ട്. ഇത് കേട്ട് നമ്മുടെ വേഗാപങ്ക് ഒരു വട്ടം ഞെട്ടും. അതേപോലെ CP0 ഇങ്ങോട്ട് വരുന്നുണ്ട്. വേഗാപങ്ക് 2 വട്ടം ഞെട്ടും. അതേപോലെ നമ്മുടെ ഇസ്ലൻഡിന്റെ ചുറ്റിനും കുറെ അധികം നേവിക്കാരും വരുന്നുണ്ട് നമ്മളെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ. ഇതും കേട്ട് വേഗാപങ്ക് 3 വട്ടം ഞെട്ടും. ഈ നേവിക്കാരുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കിസാറും അതേപോലെ സാറ്റേണും ഉണ്ട്. ഇതെല്ലാം കൂടെ കേട്ട് മൊത്തം 4 വട്ടം പുള്ളിക്കാരൻ ഞെട്ടും. എന്നിട്ട് ഇവരെല്ലാരും കൂടെ എസ്കേപ്പ് ചെയ്യുന്ന ഒരു സംഭവമില്ലേ, അതാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ വേഗാപങ്ക് നമ്മുടെ സാഞ്ച് എടുക്കിയ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ ബോണിനെ രക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ കുറിച്ച് ആലോചിക്കുക വേണ്ട. ഞാൻ പലവട്ടം ആലോചിച്ച് എന്തായാലും ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോയി, ഞാൻ ഇവിടെ തന്നെ അങ്ങോട്ട് മരിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ വേഗാപങ്ക് പറയുകയും ചെയ്യും, എനിക്ക് എന്തായാലും അറിയാമെന്നില്ല, പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, എന്റെ മരണം എന്തൊരു വലിയൊരു ഭൂകമ്പത്തിനുള്ള തുടക്കമായിരിക്കും. സാഞ്ചിക്ക് എന്നാണ് ഈ വേഗാപങ്ക് പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ പുള്ളിക്കാരി ഒരു കാര്യം പറയുകയും ചെയ്യും, സാഞ്ചി എനിക്കൊരു ആഗ്രഹം കൂടെയുണ്ട്, സംഭവം വേറൊന്നുമില്ല, വൺ പീസ് എന്ന് പറയുന്ന ട്രഷർ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഉസോപ്പും ബാക്കിയുള്ള ജയന്റ്സും എല്ലാരും കൂടെ ആഘോഷിക്കുന്നതാണ്. അതായത് നേരെ എൽബഫിലേക്കാണ് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഇനി പോകാൻ പോകുന്നത്. അടുത്ത വീക്ക് എന്തായാലും ബ്രേക്ക് ഒന്നും കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ചാപ്റ്ററിന്റെ താഴത്തൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ ബ്രേക്ക് ഇല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം. ചാപ്റ്ററിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചോദിക്കാൻ മറക്കണ്ട. സോ ഇതുപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിനായി നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട.